ഹായ്, എല്ലാവർക്കും നമസ്കാരം. നാളെ ഏപ്രിൽ 1 അപ്പോൾ 1 മുതൽ ചില മാറ്റങ്ങൾ വരികയാണ്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് പുതിയ ആദായ നികുതി നിയമം പ്രാബല്യത്തിൽ വരുവാണ്. ഇതനുസരിച്ച് ഇനി നികുതി വർഷം മാത്രം, അതായത് സ്രോതസ്സിലെ നികുതി സംബന്ധിച്ച് തൊഴിൽദാതാവ് നൽകുന്ന ഫോം 16 പകരം ഇനി ഫോം 130 ആയിരിക്കും. അതേപോലെ ഫോം 16A എന്നത് ഫോം 131 മാറുകയും ചെയ്യും. ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം പ്രകാരം വിദേശത്ത് അയക്കുന്ന പണം സ്രോതസ്സിൽ നിന്ന് 5% നിന്ന് 2% കുറയുകയും ചെയ്യും. അതേപോലെ അടുത്ത മാറ്റം വന്നിട്ടുള്ളത് പാൻ കാർഡിനെയും ആധാർ കാർഡിനെയും സംബന്ധിച്ചാണ്. പാൻ കാർഡിനായിട്ടുള്ള അപേക്ഷകൾക്ക് ജനനത്തീയതി തെളിയിക്കുന്നതിനുൾപ്പെടെ കൂടുതൽ രേഖകൾ സമർപ്പിക്കേണ്ടതായിട്ട് വരും. ഈ ആധാർ മാത്രം നൽകി പാനിന് അപേക്ഷിക്കാനാകില്ല. പാൻ കാർഡിൽ പേര് രേഖപ്പെടുത്തില്ല. അതുകൊണ്ട് തന്നെ ആധാറിലെയും പാനിലെയും പേര് കൃത്യമായിരിക്കണം. ട്രെയിൻ ടിക്കറ്റ് റദ്ദാക്കുമ്പോഴുള്ള റീഫണ്ടിങ്ങിന് പുതിയ സമയക്രമവും അനുവദിച്ചിട്ടുണ്ട്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 72 മണിക്കൂർ മുൻപ് റദ്ദാക്കിയാൽ മുഴുവൻ തുക, 72 മണിക്കൂറിന് 24 മണിക്കൂറിന് ഇടയിലാണ് റദ്ദാക്കപ്പെടുന്നതെങ്കിൽ 25% തുക നഷ്ടമാകും. 24 മണിക്കൂറിനും 8 മണിക്കൂറിനും ഇടയിലായാൽ പകുതി തുക മാത്രം, 8 മണിക്കൂറിൽ താഴെയായാൽ മുഴുവൻ തുകയും നഷ്ടമാകും. ഇനി ഓഹരികളിൽ വന്നിട്ടുള്ള മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഹരികൾ തിരിച്ചു വാങ്ങുമ്പോൾ ലഭിക്കുന്ന ഇതിന് മൂലധന നീട്ട നികുതി ലഭിക്കുന്നു. അതിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് വിഭാഗത്തിൽ ഓഹരി കൈമാറ്റ നികുതി ഉയരുകയും ചെയ്യുന്നു. ഇനി ഫാസ്ടാഗ് വാർഷിക ഫീസ് 3000 രൂപയിൽ നിന്ന് 3075 രൂപയായിട്ട് ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഇനി ക്രെഡിറ്റ് കാർഡുകളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ നോക്കുകയാണെങ്കിൽ SBI ക്രെഡിറ്റ് കാർഡിൽ പോയിന്റ് റെഡീം ചെയ്യുന്നതിനുള്ള പരിധി 4000 രൂപയാക്കി മാറ്റിയിട്ടുണ്ട്. അതേപോലെ റുപ്പേ ഡെബിറ്റ് കാർഡ് ഉടമകൾക്ക് വിമാനത്താവളം, റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയതിൽ സൗജന്യ പ്രവേശനവും ഉണ്ടാവുകയില്ല. ഇനി ഡിജിറ്റൽ ഇടപാടുകളിൽ വന്നിട്ടുള്ള മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ഡിജിറ്റൽ ഇടപാടുകളിലും 2 തട്ടിലുള്ള ഓതൻറ്റിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഇടപാടിൽ ഉൾപ്പെടുന്ന ഉപകരണം കൈവശമുണ്ടെന്ന് ഉറപ്പാക്കുന്ന രീതിയിലാകണം ഒരെണ്ണം. ഇനി ATMൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ നോക്കുകയാണെങ്കിൽ UPI ഉപയോഗിച്ച് QR കോഡ് സ്കാൻ ചെയ്ത് ATMൽ നിന്ന് പണം പിൻവലിക്കുന്നത് മാസം തോറുമുള്ള സൗജന്യ ATM ഇടപാടുകളുടെ ഭാഗമാകുകയാണ് HDFC. അതായത് ഇനി മുതൽ UPI വഴി ATMൽ നിന്ന് പണം പിൻവലിക്കുന്നത് ATM ഇടപാടായി പരിഗണിക്കും. പ്ലാറ്റിനം, സെലക്ട്, ഗോൾഡ് ഡെബിറ്റ് കാർഡുകളിൽ ദിവസം ATMൽ നിന്ന് പിൻവലിക്കാവുന്ന തുകയുടെ പരിധി കുറച്ച് പഞ്ചാബ് നാഷണൽ ബാങ്ക് 1 ലക്ഷം രൂപ വരെ പിൻവലിക്കാവുന്ന കാർഡുകളിൽ 50,000 രൂപയായും 1.5 ലക്ഷം പിൻവലിക്കാവുന്നത് 75,000 രൂപയും ആയിട്ടാണ് കുറച്ചത്. അപ്പോൾ നാളെ മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ നമ്മൾ ഏപ്രിൽ 5 മുതൽ നമ്മുടെ ഓൺലൈൻ ട്യൂഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൺലൈൻ ട്യൂഷൻസിൻ്റെ അഡ്മിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റും കൂടെ ചെയ്തേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.